ഇപ്പം ഞാനിപ്പോൾ നിസ്കരിച്ചപ്പോൾ ഇഷ നിസ്കരിച്ച സമയത്ത് ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും എന്ന് ഇമാം ഓതിയപ്പോൾ ഇടത്തുനിന്ന് വലത്തുനിന്ന് ഒക്കെ കൂടി കിട്ടും അല്ലാഹുമ്മ യസ്രി ഹിസാബി അല്ലാഹുമ്മ യസ്രി ഹിസാബി എന്ന് ഓരോരുത്തരും പറയുന്നത്. അപ്പുറത്തും പറയണു ഇപ്പുറത്തും പറയണ്, ഓരോരുത്തരും പറയുന്നു അല്ലാഹുമ്മ യസ്രി ഹിസാബി. ഇത് ദർസിന്റെ ഗുണ. ഇന്ന അലൈന ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. അത് ഖുർആനിലൊരു താക്കീതാ. നമ്മൾ വെള്ളിയാഴ്ച സബ്ബിഹിസ്മ കേൾക്കുമ്പോൾ പറയുന്ന ആ വാക്യം താക്കീതാണ്, കടുത്ത താക്കീത്. അത്തരം ആളുകളുടെയൊക്കെ മടക്കം നമ്മളെടുത്തുക. ഞാനാണ് അവരെ ഹിസാബ് ചെയ്യുന്നവർ, ഞാനാണ് അവരെ ഹിസാബ് ചെയ്യുന്നത്, എൻ്റെ ബാധ്യതയാണ്, ഞാൻ ചെയ്യുന്നതാണ്, ഞാൻ ഏറ്റെടുത്താണ് അവരുടെ ഹിസാബിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നോക്കിക്കോളാം പോലെന്നാ. ഞാൻ നോക്കിക്കോളാം പോലെയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ പടച്ചോനെ അക്കണക്കിനുള്ള ഒരു ഹിസാബാക്കല്ലേ, ലളിതമാക്കൻ്റെ ഹിസാബ് എന്നായി ദുആ ചെയ്യുന്നത്. ലളിതമാക്ക് ഹിസാബ്, തർക്കമില്ലാത്ത നല്ല പ്രാർത്ഥനയാണ് ലളിതമാക്കി ഹിസാബ്. പക്ഷെ അതിലേറെ മുന്തിയത് ഹിസാബ് തന്നെ ഇല്ലാതാക്കാൻ ദുആ ചെയ്യുന്നത്. ലളിതമായ ഹിസാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് വലിയ ഹിസാബാകുമ്പോൾ നമ്മൾ കുടുങ്ങിക്കൊള്ളും. അത്രത്തോളം തീരെ ഹിസാബില്ലാത്തൊരു പദവിക്ക് നമ്മൾക്ക് എത്തണമില്ല. അപ്പോൾ പിന്നെ ഹിസാബ് ലളിതമാക്കുക എന്ന് പറയാം. ഹിസാബ് ലളിതമാക്കുക എന്ന് പറഞ്ഞാലും ചെറുതല്ല അത് ഹിസാബ് ലളിതമാക്കുന്നത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിസാബിനെ കുറിച്ച് പറഞ്ഞു. ആ ഹിസാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മൻഹൂസിബ ഉദ്ദിബ, അല്ലാഹു തആല ഒരാളെ വിചാരണ ചെയ്തോ എങ്കിൽ അയാളെ ശിക്ഷിക്കപ്പെട്ടു, അയാൾക്ക് ശിക്ഷ ഉറപ്പാണ് എന്ന് പറഞ്ഞു. ഹിസാബ് എടുത്താൽ തന്നെ ശിക്ഷയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ മഹദിയുടെ സ്ഥിതി അതാ. റസൂലുള്ളാഹി തങ്ങൾ അവർകളിൽ നിന്ന് കേൾക്കുന്ന തിരുമൊഴികൾ അപ്പോഴക്കപ്പോഴെ തന്നെ വരുന്ന സംശയങ്ങൾ, ബുദ്ധിമതിയായ വലിയ നല്ല വിജ്ഞാനങ്ങളുള്ള മഹദി അവരുടെ വിജ്ഞാനം വെച്ചുകൊണ്ട് വരുന്ന സംശയം അപ്പം തന്നെ തീർത്തിട്ട് ക്ലിയറാക്കും. സ്വഹാബാക്കൾ ഏതെങ്കിലും ഹദീസുകൾ വായിക്കേണ്ട വിധത്തിലല്ലാതെ വായിക്കുകയോ നാശം വരുത്തുന്ന തരത്തിലുള്ള നിലയിൽ ഉദ്ധരിക്കുകയോ ചെയ്താൽ മഹദി അതിലിടപെടും. അങ്ങനെയൊന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയും. ആ വിധത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമൂഹത്തോടുള്ള ഗുണകാംക്ഷയ്ക്ക് വേണ്ടി ദീനിനെ അതിൻ്റെ കൃത്യമായ രീതിയിൽ സമർപ്പിച്ചിട്ടുള്ളവരാണ് മഹദി ആയിഷ. ഇതിനാണ് മഹദി ആയിഷയെ കുട്ടിക്കാലത്ത് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആലാന്റെ നിർദ്ദേശപ്രകാരം, അള്ളാന്റെ വഹി പ്രകാരം നിക്കാഹ് ചെയ്തത്. നബിയുടെ ആട്ടനക്കങ്ങളൊക്കെയും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസി, അതാണ് മുസ്ലിം. ആട്ടനക്കങ്ങൾ അത്രയും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം. നിർദ്ദേശമില്ലാതെ വല്ലപ്പോഴും നിർദ്ദേശം കിട്ടാത്ത കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടിട്ടുണ്ടോ? ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ അല്ലാഹു തആല തിരുത്തും. തിരുത്തിയില്ലെങ്കിൽ അത് ശറഅാണ്, അത് ലോകത്തിന് വേണ്ടിയിട്ടുള്ള മാതൃകാപരമായ ശറഇന്റെ നിയമമാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് മുസ്ലിം വിഭാഗം. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിവാഹങ്ങൾ അത്രയും അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അള്ളാന്റെ നിർദ്ദേശപ്രകാരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത നിക്കാഹിനെ പറ്റി ഒരു നേരിയ സംശയം പോലും ഒരു വിശ്വാസിക്ക് വരില്ല, വരാൻ പാടുമില്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. എല്ലാവരും നമ്മൾ കൊണ്ടിട്ടമാര് ഇഷ്ടം പോലെ വാപ്പയമ്മ ആലോചിക്കുക, നമ്മൾ പോയി ആലോചിക്കുക, അങ്ങനെ കിട്ടുക എന്നല്ല. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രം നടക്കുന്നതാണ് എല്ലാ നിക്കാഹുകളും നബിയുടേത്. അതുമാത്രമല്ല, ആട്ടനക്കങ്ങൾ മുഴുക്കയും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ആയിഷ ബീവിനെ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആല ഈ വിധം നിർദ്ദേശിച്ചത് ഇതിനൊക്കെയാണ്. നമ്മളെ ദീന് ശരിക്ക് തരാൻ, കൃത്യമായി തരാൻ, ബുദ്ധിജീവികൾ ഈ ദീനിൽ നിലനിൽക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ ദീനിനെ ബുദ്ധിജീവികൾക്ക് സംതൃപ്തമായ വിധം അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. ആ മഹദി ആയിഷ ഹിസാബുണ്ടോ, ശിക്ഷ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇടപെട്ടു. അവർ പറഞ്ഞു യുഹാസുബു ഹിസാബൻ യസീറ എന്ന് ഖുർആനിലുണ്ടല്ലോ. ഫസൗഫ യുഹാസുബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. ചെറിയ തോതിലുള്ള ഹിസാബ് നടത്തിയാൽ അയാൾക്ക് സന്തോഷത്തോടുകൂടെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് എന്ന് ഒരു ഹിസാബ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംശയം പ്രകടിപ്പിച്ചപ്പോൾ ആരംഭ നബി തങ്ങൾ പറഞ്ഞു ഇന്നമാ ദാലിക്കൽ അർളു. ആയിഷ അപ്പറയുന്നത് എന്താണെന്നറിയോ? അവരുടെ കുറ്റപത്രം അവരുടെ കയ്യിൽ സമർപ്പിക്കുന്നതാണ്. അവർ ചെയ്തിട്ടുള്ള കുറ്റങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് അതവരുടെ കയ്യിൽ സമർപ്പിക്കും. ഇങ്ങനൊന്ന് വായിച്ചു നോക്കിയെന്ന്. ആ വായിച്ചു നോക്കി സമർപ്പിക്കുന്നതാണ്. ഹിസാബല്ല, വിചാരണയല്ല. വിചാരണ ചെയ്തോ ശിക്ഷിച്ചു,
വിചാരണ ചെയ്തെങ്കിൽ ശിക്ഷിച്ചു എന്നാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോൾ അതാണ് ഹിസാബു യസീർ എന്ന് പറയുന്നത്. എന്ത്? കുറ്റങ്ങളെല്ലാം കൂടി അള്ളാഹു തആല പ്രത്യേകം പത്രികയാക്കിയിട്ട് ആ പത്രിക കുറ്റപത്രം നൽകുക. കുറ്റപത്രം നൽകിയാൽ തന്നെ പോരെ? ചെയ്ത കുറ്റങ്ങളെല്ലാം കൂടി, നമ്മളെ ജീവിതത്തിൽ വന്ന കുറ്റങ്ങളെല്ലാം കൂടി അള്ളാഹു പുറത്തു തന്നതാണെങ്കിൽ പോലും അത് നമ്മളെ കയ്യിൽ തന്ന ആകെ ഞെട്ടി വയലൂലേ. ഇത് നമ്മൾ ചോദിക്കൊന്നും വേണ്ടല്ലോ, ഹിസാബു യസീർ കൊണ്ട റബ്ബേന്ന്, അല്ലാഹുമ്മ യസ്ർ ഹിസാബിന്ന്. ഏതായാലും ആട്ടെ, നമ്മൾ ചോദിക്കുന്നത് അങ്ങനെ ചെറിയൊരു ഹിസാബിലെങ്കിലും ആക്കുന്ന. അതിലേറെ നല്ലത്, അതിലേറെ കുറച്ചും കൂടി ഗുണല്ലേ ഹിസാബ് എന്നല്ലാതെയൊക്കെയാണെന്ന് പറയാൻ.